ഹെൽത്തിന് കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ ഒക്കെ കൊടുത്തൊന്ന് നന്നാവണം. അതിന്റെ ഭാഗമായിട്ട് ഇനി തൊട്ട് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. കഴിക്കുന്നതിന് മുമ്പ് ഒരു 2 ടേബിൾ സ്പൂൺ ചിയാ സീഡ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അതും കുടിച്ചായിരുന്നേ. ഇതിപ്പോ വെയിറ്റ് ഗെയിൻ ആണോ വെയിറ്റ് ലോസ് ആണോ എന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ രണ്ടും അല്ല. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 9 to 5 ജോബ് ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഒന്നും ഞാൻ എനിക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വർക്ക് ലോഡ് കൂടുമ്പോൾ ഓവർ ടൈം നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രോപ്പറായിട്ട് ഉറങ്ങാനോ ഫുഡ് കഴിക്കാനോ ഒന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. എന്റെ ഈ ഓട്ടവും തിരക്കും ബഹളവും ഒക്കെ കാണുമ്പോൾ അമ്മ എപ്പോഴും എന്നോട് പറയും, നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ വേറെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആദ്യമൊന്നും ഞാനത് വലിയ കാര്യമാക്കി എടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ വീട്ടിൽ നിന്ന് മാറി കൊച്ചിയിലേക്ക് വന്ന് തന്നെ നിൽക്കാൻ തുടങ്ങിയപ്പോൾ കുറെയൊക്കെ ചേഞ്ചസ് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈവൻ ഹെയർ ഫോൾ, സ്കിൻ ഡൾനെസ്, അങ്ങനെ പല പല മാറ്റങ്ങളും ഞാൻ തന്നെ നോട്ടീസ് ചെയ്ത് തുടങ്ങി. ഇനി വേണം അതൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാൻ. എത്ര തിരക്കായാലും നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക, സെൽഫ് കെയർ ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെ ആയി ലൈഫ് ഒന്ന് ഓർഗനൈസ്ഡ് ആകുമ്പോൾ തന്നെ എന്തോ എവിടുന്ന് ഒരു ഇന്നർ ഹാപ്പിനെസ് ഒക്കെ തോന്നി തുടങ്ങും. ഡയറ്റ് ചാർട്ട് ഒക്കെ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് നിങ്ങളുടെ കൺസേൺ, വെയിറ്റ് ലോസ് ആണോ, വെയിറ്റ് ഗെയിൻ ആണോ, ഫാറ്റ് ബേൺ ആണോ, കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. ദെൻ ഒരു ഗോൾ അങ്ങ് സെറ്റ് ചെയ്യുക, അതിന് വേണ്ടി വർക്ക് ചെയ്ത് തുടങ്ങുക. അത്രേ ഉള്ളൂ കാര്യം. സോ അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക.